പന്തളത്താണ് സംഭവം. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ. ചിക്കൻ കഴുകുന്നത് ക്ലോസറ്റിന് മുകളിൽ വെച്ച്. ഹോട്ടലുകൾ നടത്തുന്നത് ബംഗാളി അതിഥി തൊഴിലാളികൾ. ബിനാമി ഏർപ്പാടാ. യഥാർത്ഥ മുതലാളികൾ അവിടെയൊക്കെ തന്നെയുണ്ട്. മൂക്കുപൊത്തി വേണം അവിടേക്ക് പ്രവേശിക്കാൻ എന്നാണ് അധികൃതർ പറയുന്നത്. ആദ്യം പരിശോധന നടത്തി പൂട്ടിച്ചതാ. പക്ഷേ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വീണ്ടും തുറക്കും. തുറന്നിട്ട് കക്കൂസിൽ ഉണ്ടാക്കിയ 65ഉം ജിഞ്ചർ ചിക്കനും കടായിയും ബിരിയാണിയും ഒക്കെ ആവോളം വിളമ്പും. ആൾക്കാർ ആസ്വദിച്ച് വന്നിരുന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല കച്ചവടമാണ്. പഴകും തോറും വീര്യം കൂടുന്ന പ്രത്യേകതരം ഇനമാണ്. എന്തായാലും ഇത് അധികൃതരെ പരിശോധിച്ചു പൂട്ടിച്ചു എന്ന് പറയുന്നു. വീണ്ടും തുറക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ പലപ്പോഴും 2-3 ദിവസം അടഞ്ഞു കിടക്കും. വീണ്ടും തുറക്കും. അല്ലെങ്കിൽ അവർ സമരം ചെയ്യും, കാശ് മേടിച്ചുകൊണ്ട് തുറക്കും. ആരെങ്കിലുമൊക്കെ ചാവണം, പിന്നെയും ഉണരണമെങ്കിൽ. പിന്നെ ധൃതി പിടിച്ചൊരു പരിശോധനയാണ്. ഹെൽത്ത് കാർഡ് ചെക്ക് എല്ലാം ഉണ്ട്. വീണ്ടും തഥൈവ. ഈരാറ്റുപേട്ടയിൽ ഈടെയാണ് 100-ലധികം ആൾക്കാരാണ് സാമ്പാറും ഇഡലിയും കഴിച്ച്. അപ്പോൾ എത്ര ദിവസത്തിന് മുമ്പുള്ള സാമ്പാറും ഇഡലിയാണ്? അതേ സ്ഥാപനം വീണ്ടും 3 ദിവസം കഴിഞ്ഞ് തുറന്നു എന്ന് പറയുമ്പോഴാണ് മനുഷ്യജീവൻ ഇവർ എന്ത് വിലയാണ് കൊടുക്കുന്നത്. പണം കായ്ക്കുന്ന മരങ്ങളാണ് എല്ലാം. പണം മതി. മനുഷ്യൻ്റെ ജീവന് പുല്ലുവിലയാണ്. ഇവർക്കെതിരെയൊക്കെ ചെയ്യേണ്ടത് മനഃപൂർവ്വമായ നരഹത്യക്കാണ്. ഇവിടെ മാത്രമേ ഇതൊക്കെ നടക്കൂ.